രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതായിരുന്നു ആകാംക്ഷ മുഴുവനും. അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം സർക്കാരിനെതിരായ ആരോപണങ്ങൾ, സർക്കാരിനെതിരായ ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ അവിടെ രാഹുലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ശക്തി കുറയ്ക്കരുത് എന്ന നിലപാടിലായിരുന്നു. അതിനെല്ലാം തള്ളിക്കൊണ്ട് എത്തുമ്പോഴും രാഹുൽ പറയുന്നു തനിക്ക് കൃത്യമായ പിന്തുണ നേതാക്കളുടെ ഒരു ഭാഗത്തിൻ്റെത് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നതാണ് വാക്കുകൾ. നാളെയും രാഹുൽ സഭയിലേക്ക് എത്തുമെന്ന് വേണോ കരുതാൻ? ഇന്നത്തേത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നോ? ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾക്കിടയിലും സഭാതലത്തിലേക്ക് എത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവരുടെ നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാളെയും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് രാഹുൽ നൽകിയ ഉത്തരം പരോക്ഷമായ ഒരു ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞത് താൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ പോരാട്ടത്തിലാണ്. അത് പൊതുരംഗത്തും സൈബർ ഇടത്തിലുമൊക്കെ ശക്തമായ പോരാട്ടം നടക്കുന്നു. സൈബർ ഇടത്തിൽ ഒരു ലൈക്ക് കൊണ്ട് എങ്കിലും പ്രതിഷേധം അറിയിക്കാൻ സാധാരണ പ്രവർത്തകർ പോരടിക്കുന്ന ഘട്ടത്തിൽ അവർക്കൊപ്പമാണ് താൻ എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർക്കാരിനെതിരായ രാഷ്ട്രീയ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ തൻ്റെ സാന്നിധ്യം സഭയിൽ ഉണ്ടാകില്ല എന്നതിൻ്റെ ഒരു പരോക്ഷ മറുപടിയായി കൂടി വേണമെങ്കിൽ ഇതിനെ വായിച്ചെടുക്കാവുന്നതാണ്. ശ്രീത്, അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവുമില്ല. ഒറ്റവാക്കിൽ പോലും ആ ഓഡിയോയെ തള്ളുന്നുമില്ലല്ലോ രാഹുൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക തെളിവായ ഓഡിയോ ക്ലിപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിയമപരമായ അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അത്തരമൊരു അന്വേഷണ പരിധിയിലിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി താൻ മറുപടി പറയുന്നില്ല എന്നുള്ള പ്രതികരണം മാത്രമാണ് രാഹുൽ നടത്തിയത്. എന്നാൽ ആ ഓഡിയോയ്ക്ക് പിന്നിലെ ശബ്ദം തൻ്റേതല്ല എന്ന് പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ അദ്ദേഹം മുന്നോട്ട് വന്നതുമില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളെ ഈ നിയമ സംവിധാനത്തിന് പുറത്തൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. പരാതിക്കാരായ ആരും ഇതുവരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ 5 പരാതികളുണ്ടെങ്കിലും ഈ പരാതിക്കാരും നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായവരല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പീഡനത്തിനിരയായ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കിരയായ ആരെങ്കിലും മുന്നോട്ട് വരാതെ അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ നടപടി സാധ്യമല്ല എന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ നിന്നുള്ള പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. എന്നാൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളോ നീക്കങ്ങളോ തൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന പരോക്ഷ മറുപടിയിലൂടെ നാളെ മുതൽ സമ്മേളനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുത്തേക്കില്ലെന്ന സൂചനയും നൽകുന്നുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് ചരമോപചാരം അർപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അജണ്ട സഭയിൽ. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. നാളെ പക്ഷേ രാഹുൽ എത്തിയാൽ ഇങ്ങനെയായിരിക്കുമോ പ്രതികരണം എന്നറിയില്ല. പ്രത്യേകിച്ച് ഇ.പി. ജയരാജനടക്കം അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രാഹുലിൻ്റെ ഇന്നത്തെ നടപടി എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ രാഹുൽ നാളെ സഭയിലേക്ക് എത്തിയാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.